ഓണാഘോഷത്തിന്റെ ഭാഗമായി കുമളി ഓൺലൈൻ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നായി 30-ലധികം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ഓഗസ്റ്റ് 31 ഞായറാഴ്ച ഓണപരിപാടികൾ നടക്കും. കുമളി YMCA ഇൻഡോർ കോർട്ടിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ടൂർണമെന്റ് ഉദ്ഘാടനം കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി സെബാസ്റ്റ്യൻ നിർവഹിച്ചു. വിവിധങ്ങളായ പദ്ധതികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടികളെ മുതൽ മുതിർന്നവർ വരെയുള്ള ഏത് കാര്യങ്ങൾക്കും എവിടെയും എത്തിച്ചേരുന്ന ആർക്കും എന്ത് സഹായം ചെയ്യണമെന്ന് പറഞ്ഞാലും ആ സെക്കൻഡിൽ തന്നെ അവരുടെ കരങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കലാപരമായിട്ടും കായികപരമായിട്ടും മാത്രമല്ല, ആരോഗ്യപരമായിട്ടും അവർക്ക് എന്ത് സഹായം ചോദിച്ചാലും അവരുടെ സഹായം, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഓടിയെത്തുന്ന ഒരു മേഖലയാണ്, ഒരു ഗ്രൂപ്പാണ് കുമളി ഓൺലൈൻ ഗ്രൂപ്പ്. കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നുമായി 30-ലധികം ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 500 രൂപയായിരുന്നു രജിസ്ട്രേഷൻ ഫീസ്. ഫൈനൽ മത്സരത്തിൽ തൊടുപുഴ ടീമിനെ പരാജയപ്പെടുത്തി കമ്പം ടീം വിജയികളായി. ഒന്നാം സമ്മാനം നേടിയ കമ്പം ടീമിന് 10,100 രൂപയും ട്രോഫിയുമാണ് നൽകിയത്. രണ്ടാം സമ്മാനം നേടിയ തൊടുപുഴ ടീമിന് 5,100 രൂപയും ട്രോഫിയും കൈമാറി. ഇതിനു പുറമെ മറ്റ് വിജയികൾക്കുള്ള സമ്മാനങ്ങളും കൈമാറി. യോഗത്തിൽ കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സിദ്ദീഖ്, വ്യാപാരി വ്യവസായി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കരിമുട്ടം, 1-ാം മൈൽ യൂണിറ്റ് പ്രസിഡന്റ് CP ഈപ്പൻ, പഞ്ചായത്ത് അംഗങ്ങളായ നോളി ജോസഫ്, ജയ്മോൾ മനോജ്, മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വ്യാപാരി വ്യവസായി 1-ാം മൈൽ യൂണിറ്റ് സെക്രട്ടറി TT തോമസ്, YMCA പ്രസിഡന്റ് ജോസഫ് മാക്കൻ, അമ്മയ്ക്കുരുമ സ്നേഹകൂട്ടായ പ്രവർത്തകരെ സാബു കുറ്റിപ്പാലക്കൽ, ഗ്രൂപ്പ് അഡ്മിന്മാരായ സനോജ്, ലിജു ജോസഫ് എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി കുമളിയിലെ പ്രമുഖ വ്യക്തികളെ പൊന്നാടയും മൊമെന്റോയും നൽകി ആദരിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായ കലാപരിപാടികൾ ആഗസ്റ്റ് 31 ഞായറാഴ്ച നടക്കും. ഇടുക്കി വിഷൻ, കുമളി.